ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമല്ലേ, ഞാൻ ഈ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ പാടിയിട്ട് ഇതെന്താ ഞാനൊരു വീഡിയോ ഇടാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ ആക്ച്വലി ഒരു റെയർ കേസസ് ആണ്. എന്നാൽ അപ്പോൾ ഒന്ന് രണ്ട് അമ്മമാർക്ക് ഞാൻ നോക്കുന്ന സമയത്ത് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് സംസാരിക്കുക, ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ട് കേട്ടുകൊണ്ട് പാല് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞുമക്കൾക്ക് പാല് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്തിനാണ്, അവരുടെ വിശപ്പ് മാറാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ആ ഒരു ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നത് അല്ലേ. അമ്മയും കുഞ്ഞുമായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്ന് ബോണ്ടപ്പ് ചെയ്യുകയാണ്. അവർ തമ്മിലുള്ള ബോണ്ടിങ് കൂടുതലാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇതൊരു ഫിനോമിനൻ എന്ന് പറയുന്നത്. അതല്ല, അതൊരു കാര്യം തന്നെയാണ് കുഞ്ഞിന് വിശക്കുമ്പോൾ പാല് കൊടുക്കുന്നത്. പക്ഷേ അതിലൂടെ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ്ങിനാണ് നമ്മൾ മെയിൻ ഒരു ഇമ്പോർട്ടൻസും കൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, പാല് നിർത്തുമ്പോൾ നമ്മൾ സഡൻലി വീൺ ഓഫ് ചെയ്യരുത്, സ്ലോലി ആയിട്ട് നമ്മൾ പാല് കൊടുക്കുന്നത് നിർത്തണം. വീൺ ഓഫ് ചെയ്യണത് നമ്മൾ സ്ലോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. കാരണം മെന്റലി കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഒന്ന് ഡൗൺ ആവാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം പാല് കൊടുക്കുമ്പോൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്ത് പാല് കൊടുത്ത് അല്ലെ പാട്ട് കേട്ട് പാല് കൊടുത്തോണ്ടിരിക്കുവാണ്. അല്ലാണ്ട് ഒരു ലൗഡ് വോയിസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വൈൽ യൂസിങ് ഹെഡ്സെറ്റ് ആൻഡ് ബ്ലൂടൂത്ത്, അതിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ സമയത്ത് കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കുക, അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കുക, അവരെ പുന്നാരിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അല്ലേ. പക്ഷെ ഇത് നമ്മൾ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഒരു സോങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ആരാണോ അപ്പുറത്ത് സംസാരിക്കുന്ന ആ ആളുടെ കോൺവെർസേഷനിലായിരിക്കും നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു 10, 15, 20 മിനിറ്റോ ആണ് പാല് കൊടുക്കുന്നത്. ആ സമയത്ത് ന്യൂബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ ഉറങ്ങിപ്പോകുന്നുണ്ട്. ആ സമയം നിങ്ങൾ കഴിവതും കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുക, അവരോട് സംസാരിക്കുക, അവരെ മുഖത്ത് നോക്കി ചിരിക്കുക, അവരെ ഒന്ന് തലോടുക, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയൻ. ഇത് എത്ര പേർക്ക് ഇത് അക്സെപ്റ്റബിൾ ആകും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കിത് പറയണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞതും. പാട്ട് കേൾപ്പിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കുന്നതും ഒക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു സമയം നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനാണ് കൂടുതലും നമ്മൾ നോക്കേണ്ടതും. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് എനിക്കൊരു ജനറൽ അവയർനെസ് തരണം എന്ന് തോന്നി. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.